ഹായ് മക്കളെ, നമ്മളിന്ന് പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററാണ് നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമേഴ്സ്. നമ്മൾ പേര് കേൾക്കുന്ന പോലെ തന്നെ 2 സെക്ഷനായിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് ആദ്യത്തെ സെക്ഷൻ. പിന്നെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഐസോമർസം. ഇവരൊരു പ്രോപ്പർട്ടിയാണ് ഐസോമർസം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇതിൻ്റെ ഒരു ബ്രീഫ് സെക്ഷൻ ഞാൻ പറയുവാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് പറയുവാണെങ്കിൽ, ഈ നെയിമിങ്ങിൽ തന്നെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് 1 ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് വന്നാൽ എങ്ങനെ പേരിടണം. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വന്നാൽ എങ്ങനെ പേരിടണം. പിന്നൊന്ന് പഠിക്കാനുള്ള എന്താ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അതായത് കാർബണിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അങ്ങനെ കാർബണുകൾക്കിടയിൽ ഡബിളോ ട്രിപ്പിളോ ബോണ്ടുകൾ വന്നാൽ അവരുടെ പേരെങ്ങനെ കൊടുക്കാം. അതായിരിക്കും നമുക്ക് ഹൈഡ്രോ കാർബണിൻ്റെ നെയിമിങ് പഠിക്കാനായിട്ടുള്ളത്. പിന്നൊന്ന് പഠിക്കാനായിട്ടുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വന്നാൽ, ഇവിടെ 6ഓളം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പേര് കൊടുക്കണം, അതാണ് അടുത്തൊരു സെക്ഷൻ, നെയിമിങ്ങിൽ തന്നെയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ അടുത്ത സെക്ഷനായിട്ടുള്ള ഐസോമർസമാണ്. നെയിമിങ് കഴിഞ്ഞിട്ടുള്ള ഐസോമർസം, ഇവരുടെ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ് ഐസോമർസം എന്ന് നമുക്കിവിടെ നോക്കാം. അങ്ങനെ 2 സെക്ഷനാണ് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കേട്ടു നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ എന്താണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ? അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് തന്നെ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. അതിനകത്ത് നമ്മൾ കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. കാർബൺ കോമ്പൗണ്ട് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ഓർഗാനിക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒന്നാണ്. നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ഡ്രസ്സാണെങ്കിൽ പോലും, പ്ലാസ്റ്റിക് വസ്തുക്കൾ, മരുന്ന്, അങ്ങനത്തെ എല്ലാ പെട്രോള്, അതെല്ലാം എന്താ ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. അപ്പം നമ്മുടെ ലൈഫ് ഓർഗാനിക് ആയിട്ട് അത്ര ഇങ്ങനെ ഇടവഴുകിയാണ് ജീവിക്കുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ പറഞ്ഞു കാർബൺ കോമ്പൗണ്ടുകളാണ് ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് പഠിക്കുന്നതെന്ന്. അപ്പം നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 118 എലമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം ഈ 118 എലമെൻറ്റ്സിൽ കാർബണിനാണ് ഇവിടെ അത്രയും ഒരു സൂപ്പർ ഹീറോനെ പോലെ എടുത്തേക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കാർബൺ ഇത്ര സ്പെഷ്യലായെന്ന് നമുക്ക് നോക്കാം. അതിന് യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. കാർബൺ സ്പെഷ്യൽ ആകാനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത്, ഈ കാർബണിൻ്റെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, കാർബണിന് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് കാർബൺ ആറ്റുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റും. ഇങ്ങനെ ഒരു ലിമിറ്റില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ ജോയിൻ ചെയ്ത് ലോങ് ആയിട്ടുള്ള ചെയിൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തിനു പറ്റുന്നുണ്ട്, റിങ്സ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ബ്രാഞ്ചസ് ഫോം ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബിക്കോസ് ഓഫ് ദിസ് യൂണിക് എബിലിറ്റി കാർബൺ ക്യാൻ ഫോം മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്. അങ്ങനെ മില്യൺ കണക്കിന് പല ടൈപ്പ് കോമ്പൗണ്ടുകൾ കാർബണിന് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ഓർത്തിരിക്കാനുള്ളത്, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് മെയിൻലി കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്നതാണെങ്കിൽ പോലും എല്ലാ കാർബൺ കോമ്പൗണ്ടുകളും എന്തല്ല, ഓർഗാനിക് കോമ്പൗണ്ടുകളല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ കേട്ടിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബണേറ്റ് അയോൺസ്, ബൈകാർബണേറ്റ് അയോൺസ്, ഇവരൊക്കെ എന്തല്ല, ഓർഗാനിക് കോമ്പൗണ്ടുകളല്ല. ഇവരെയൊക്കെ നമ്മൾ പറയുന്നത് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ജനറലി പറയുവാണെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടുകളിനകത്ത് എന്ത് വേണം, കാർബണും ഹൈഡ്രജൻ ബോണ്ടുകൾ വേണം. ജനറലി നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ വേണം. പക്ഷേ ഈ കാർബൺ ഡൈ ഓക്സൈഡിനകത്തോ കാർബൺ മോണോക്സൈഡിനകത്തോ ഒന്നും കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, ഇനോർഗാനിക് കാർബൺ കോമ്പൗണ്ടുകളാണ്. ഇനി നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം ഓർത്തിരിക്കുക, കാർബണിൻ്റെ വാലൻസി എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ കാർബണിന് 4 ബോണ്ടാണ് വരയ്ക്കാൻ വേണ്ടി പറ്റുന്നത്. 4ആണ് കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. മറന്നു പോരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാർബണിൻ്റെ വാലൻസി എത്രയാണ്, 4. അതായത് കാർബണിന് 4 കൈ ഉണ്ട് എന്നിങ്ങനെ ഓർത്താൽ മതി. കാർബണിന് എത്ര കൈ ഉണ്ട്, 4 കൈ ഉണ്ടെന്ന് ഓർത്തിരുന്നാൽ മതി. ഇതാണ് കാർബണിൻ്റെ വാലൻസി. അപ്പോൾ കാർബണിൻ്റെ വാലൻസി എത്ര വരുവാടാ, 4ആണ് കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹൈഡ്രജൻ, നമ്മൾ പറഞ്ഞു ഹൈഡ്രോ കാർബണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കാർബണും ഹൈഡ്രോ കാർബൺ, ഹൈഡ്രോ മീൻസ് ഹൈഡ്രജൻ, കാർബൺ, ഹൈഡ്രോ കാർബണിനകത്ത് കാർബൺ. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈഡ്രജനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹൈഡ്രജൻ്റെ വാലൻസി എത്രയാണ്, 1 ആണ് ഹൈഡ്രജൻ്റെ വാലൻസി എന്ന് പറയുന്നത്. അതായത് കാർബണിൻ്റെ ഈ എം ടി ആയിട്ടുള്ള ബോണ്ടുകളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് ആര് വരും, ഹൈഡ്രജൻ വരും. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ കോമ്പൗണ്ടിനെ ഒന്ന് നോക്കിക്കേടാ, ഒരു കാർബൺ അല്ലേ, ഈ കാർബൺ നമ്മളിപ്പോൾ എത്ര വാലൻസി ഉണ്ടെന്ന് പറഞ്ഞു, 4 വാലൻസി ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഈ കാണുന്ന 4 വരകൾ. പിന്നെ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഹൈഡ്രജന് എത്ര വാലൻസി ഉണ്ട്, 1 വാലൻസിയാണുള്ളത്. അതെ, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാർബണും ഹൈഡ്രജനും തമ്മിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു പാലം, ഒരു ബോണ്ടാണ് ഈ സാധനം. അത് കാർബണിൻ്റെയാണ് ഹൈഡ്രജൻ്റെയാണ്. ഓക്കെ, അതിൻ്റെ മോളിക്കുലാർ ഫോമിൽ എന്ത് വരും നോക്കിക്കേ, എത്ര കാർബൺ ഉണ്ട് ഇവിടെ, ഒരു കാർബണാണുള്ളത്. അപ്പോൾ ഒരു കാർബൺ പിന്നെ 4 ഹൈഡ്രജൻ ഇല്ലേ. അപ്പം നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കും, നമ്മൾ CH4 എന്നായിരിക്കും പറയുന്നത്. CH4 എന്നായിരിക്കും നമ്മളിവരെ പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ പേരാണ് മീതെയിൻ.
പേരെന്ത് വരും? മീതേൻ. പേരെങ്ങനെ കൊടുക്കുന്നതെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഇനി 2 കാർബൺ തമ്മിലാണ് ജോയിൻ ചെയ്തേക്കുന്നതെങ്കിൽ എന്ത് പറ്റും? നോക്കിക്കേ, ഒരു കാർബൺ വേറൊരു കാർബണിനോട് ഇവിടെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക അല്ലേ? ഒരു കാർബൺ വേറൊരു കാർബണിനോട് ജോയിൻ ചെയ്ത് വെച്ചേക്കുക. അപ്പം 4 കൈ ഉള്ളതിനകത്ത് ഒരു കൈ ഇപ്പോൾ വേറൊരു കാർബണിന് ഈ കാർബൺ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ഒന്നാമത്തെ കാർബൺ മറ്റൊരു കാർബണിന് ഈ ഒരു കൈ കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി 3 കൈയല്ലേ ഉള്ളത്? അതാണ് ഈ കാണുന്നത്. അവിടെ ആര് വരുവടാ? ഹൈഡ്രജൻ വരും. അപ്പം ഇപ്പുറത്ത് നോക്കിക്കഴിയുമ്പോൾ ഈ കാർബണിന് ബാക്കി 3 വാലൻസി ഇല്ലേടാ? അവിടെ ആര് വരും? ഹൈഡ്രജൻ വരും അല്ലേ? നമ്മളിനി ഇവരുടെ മോളിക്കുലാർ ഫോമുല നോക്കിക്കഴിയുമ്പോൾ ഇവരുടെ മോളിക്കുലാർ ഫോമുല എന്ത് വരും? എത്ര കാർബൺ ഉണ്ട്? നമുക്ക് 2 കാർബൺ ഉണ്ട്. അപ്പോൾ C2 എന്നായിരിക്കും വരുന്നത്. ഹൈഡ്രജൻ എത്ര വരുവടാ? 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ C2H6 എന്നായിരിക്കും വരുന്നത്. ഇവരുടെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഈതെയിൻ എന്നായിരിക്കും പറയുന്നത്. ഇത് ഓർത്തിരുന്നോ? ഈതെയിൻ എന്നായിരിക്കും. എങ്ങനെ പേര് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തത് മൂന്നാമത്തെ, ഇനി 3 കാർബൺ ഉണ്ടെന്ന് വിചാരിച്ചോ. 3 കാർബൺ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്? നോക്കിക്കേ, ഒരു കാർബൺ വേറൊരു കാർബണിനോട് ഇപ്പോൾ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ അടുത്തൊരു കാർബണിനോട് ബോണ്ട് ഫോം ചെയ്തു. ഇനി നമ്മൾ ഈ കാർബൺ, ഒന്നാമത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വാലൻസിയിൽ ഇത് പോയല്ലോ, വേറൊരു കാർബൺ ആയിട്ട് ജോയിൻ ചെയ്ത് ഈ ബോണ്ട് ഉണ്ടാക്കി വെച്ചേക്കെ. ഇനി ബാക്കി 3 വാലൻസിയാണ് ഫില്ല് ചെയ്യാൻ വേണ്ടി കിടക്കുന്നത്. അവിടെ ആര് വരുവടാ? ഹൈഡ്രജൻ വരും. ഓക്കെ, അവിടെ ആര് വരും? ഹൈഡ്രജൻ വരും. ഇനി ഈ കാർബണിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 എണ്ണം ആരുമായിട്ടിരിക്കുക? കാർബണുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ഇനി ബാക്കി 2 വാലൻസി ഉണ്ട്. അവിടെ ഹൈഡ്രജൻ വരും. ഇനി ഈ കാർബണിന് 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം 3 വാലൻസി ഉണ്ട്. അപ്പോൾ ആര് വരും? അവിടെ ഹൈഡ്രജൻ വരും അല്ലേ? ഇവിടെ മോളിക്കുലാർ ഫോമുല എത്ര വരും? എന്ത് വരും? 3 കാർബൺ ഉള്ളതുകൊണ്ട് C3, ബാക്കി 3, 3, 6, 2, 8 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് C3H8. പേരെന്ത് വരും? പ്രൊപ്പെയിൻ എന്നായിരിക്കും പേര് വരുന്നത്. പ്രൊപ്പെയിൻ എന്നായിരിക്കും പേര് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പം നമ്മൾ എങ്ങനെയാണ് പേര് കൊടുത്തത്? മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ. പേരെങ്ങനെ കൊടുത്തത് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് കാർബൺ ആറ്റം അനുസരിച്ചായിരിക്കും ഇവിടെ പേര് വരുന്നത്. ഒരു കാർബണാണുള്ളതെങ്കിൽ നമ്മളതിൻ്റെ പേര് പറയുമ്പോൾ മെത്ത് എന്നായിരിക്കും പറയുന്നത്. അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്, മെത്ത്. 2 എണ്ണം ആണെങ്കിൽ എന്ത് വരും ഇവിടെ? എത്ത്. 3 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പ്രൊപ്പ് എന്ന് പറയും. 4 ആണെങ്കിലോ ബ്യൂട്ട് എന്ന് പറയും. 5 ആണെങ്കിൽ പെൻറ്റ് എന്ന് പറയും. 6 കാർബൺ ഉണ്ടെങ്കിൽ ഹെക്സ് എന്ന് പറയും. 7 കാർബൺ ഉണ്ടെങ്കിൽ ഹെപ്റ്റ് എന്ന് പറയും. 8 എണ്ണം ഉണ്ടെങ്കിൽ ഒക്റ്റ് എന്ന് പറയും. അപ്പോൾ 9 എന്തെന്ന് പറയും? നൺ എന്ന് പറയും. 10 ഡെക്ക് എന്ന് പറയും. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ പേര് കൊടുക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ കാർബണും, ഒരു കാർബൺ ഉണ്ടെങ്കിൽ മെത്ത്, 2 ഉണ്ടെങ്കിൽ എത്ത്, 3 ഉണ്ടെങ്കിൽ പ്രൊപ്പ്, അങ്ങനെ 10 വരെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പേര് കൊടുത്തപ്പോൾ ശ്രദ്ധിച്ചോ? ഇവിടെ നമ്മൾ പേര് തീർത്തത് എങ്ങനെ? ANEയിലാണ് ഇവിടെ പേര് തീർന്നു വെച്ചേക്കുന്നത് അല്ലേ? നമ്മൾ ANEയിലാണ് പേര് തീർത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ മീതെയിൻ, ഈതെയിൻ എന്നിങ്ങനെ പേര് ANE എന്ന് പറഞ്ഞ് തീർന്നേക്കാൻ കാരണം എന്താണെന്ന് നോക്കാം. കാർബൺ ആറ്റം ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? സിംഗിൾ ബോണ്ട് വഴിയാണ് വേറൊരു കാർബൺ ആറ്റത്തോട് ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നത്. നിങ്ങളിവിടെ നോക്കിക്കേ, ഈ കാർബണും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ടല്ലേ ഉള്ളൂ. അതുപോലെ ഇവിടെ ഒരു സിംഗിൾ ബോണ്ടല്ലേ ഉള്ളൂ. നമ്മളിവിടെ നോക്കാലും ഇവർ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ടേ ഉള്ളൂ. അങ്ങനെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ടേ ഉള്ളെങ്കിൽ നമ്മളിവരെ എന്തെന്ന് വിളിക്കും? ആൽക്കെയിൻ എന്നായിരിക്കും പറയുന്നത്. സച്ച് ഹൈഡ്രോകാർബൺസ് ആർ കോൾഡ് ആൽക്കെയിൻ ബിക്കോസ് ദേ ആർ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അപ്പം ആൽക്കെയിൻ എന്ന് പേര് കൊടുക്കാനായിട്ട് കാരണം ഇവരുടെ ഇടയിൽ സിംഗിൾ ബോണ്ടേ ഉള്ളൂ. അപ്പം നമ്മളിവരെ എന്തെന്ന് വിളിക്കും? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് വൈ എവരി ആൽക്കെയിൻ എൻഡ് വിത്ത് സഫിക്സ് ANE. ഇപ്പം പേര് തീരുന്നത്, സഫിക്സ് എന്ന് വെച്ചാൽ തീരുന്നതിൻ്റെ ഇതാ പറയുന്നത്, അത് ANEയിലായിരിക്കും തീർന്നേക്കുന്നത്. എക്സാമ്പിൾ മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻറ്റെയിൻ, ഹെക്സെയിൻ, അങ്ങനെ ആയിരിക്കും നമ്മുടെ പേര് തീരുന്നത്. ഓക്കെ, എന്താ ANEയിൽ തീരാൻ കാരണം എന്താ? കാർബണുകൾക്കിടയിൽ സിംഗിൾ ബോണ്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് സാച്ചുറേറ്റഡ് ആണ് ഇവർ. അതുകൊണ്ടാണ് പേര് ANEയിൽ തീർന്നിരിക്കുന്നത്. മെത്ത്, എത്ത്, പ്രൊപ്പ് എങ്ങനെ അത് എന്തനുസരിച്ചാണ് നമ്മൾ പറയുന്നത്? നമ്പർ ഓഫ് കാർബൺ ആറ്റം അനുസരിച്ചായിരിക്കും മെത്താണോ, പ്രൊപ്പാണോ, പെൻറ്റാണോ, ബ്യൂട്ടാണോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നോമെൻക്ലേച്ചർ നമുക്ക് നോക്കാം. ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചോ? അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരും? ഇപ്പോൾ സ്ട്രക്ചർ ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടല്ലേ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കുന്നത്. ഒരു കാർബൺ, പിന്നീട് 4 ഹൈഡ്രജൻ അതിൻ്റെ വാലൻസി ആയിട്ട് വരുന്നു. 4 ഹൈഡ്രജൻ അതിൻ്റെ കണ്ടൻസ്ഡ് ഫോമിലാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഒരു കാർബണും 4 ഹൈഡ്രജനും. അത് തന്നെ ആയിരിക്കും ഇവിടെ ഈ കേസിൽ മോളിക്കുലാർ ഫോമിലെ വരുന്നത് CH4. ഇതിന് പേര് കൊടുക്കുമ്പോൾ ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മെത്ത്, സിംഗിൾ ബോണ്ട് മാത്രം ഉള്ളതുകൊണ്ട് ANE, മീതെയിൻ എന്ന് നമ്മൾ പറയും. ഇനി 2 കാർബൺ ആറ്റം ഉണ്ടെന്ന് വിചാരിച്ചോ? നമ്മൾ കൊടുത്തു. സ്ട്രക്ചർ എങ്ങനെ കൊടുക്കണേ നമുക്കിപ്പോൾ അറിയാം. ആദ്യം 2 കാർബൺ വരയ്ക്കുക, അവർ തമ്മിലൊരു സിംഗിൾ ബോണ്ട് കൊടുക്കുക, ബാക്കി വാലൻസ് ചെയ്യുക, ഹൈഡ്രജനെ കൊണ്ട് ഫില്ല് ചെയ്യുക. ഇപ്പോൾ പേര് കൊടുത്തപ്പോൾ കണ്ടൻസ്ഡ് ഫോമുല എന്തായടാ? ഒരു കാർബൺ 3 ഹൈഡ്രജൻ. അതാണ് ഈ CH3 എഴുതി വെച്ചേക്കുന്നത്. അവരുടെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ് ഈ കാണിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഒരു C,
3 ഹൈഡ്രജൻ, അതാണ് എഴുതിയിരിക്കുന്നത് CH3. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ത് വരും? 2 കാർബൺ ഉള്ളതുകൊണ്ട് C2, 3 3 6 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് H6. അപ്പോൾ C2H6 ആയി ഇവരുടെ മോളിക്കുലാർ ഫോർമുല. നമുക്ക് മീഥേൻ ഇവിടെ തൊട്ട് മുകളിൽ മീഥേൻ എഴുതിയപ്പോൾ CH4 എന്ന് തന്നെ നമ്മുടെ കണ്ടൻസ്ഡ് ഫോർമുല തന്നെയാണ് മോളിക്കുലാർ ഫോർമുലയായിട്ട് വന്നത്. കാരണം അവിടെ പ്രത്യേകം വേറെ എഴുതാനായിട്ട് കാർബണൊന്നും ഇല്ലല്ലോ. അങ്ങനെ പേരെഴുതുമ്പോൾ എങ്ങനെ വരും? 2 കാർബൺ ഉള്ളതുകൊണ്ട് എത്തെന്ന് വരും. ഓക്കെ, സിംഗിൾ ബോണ്ട് മാത്രം ഉള്ളതുകൊണ്ട് ANൽ പേര് തീരും. ഇനി അടുത്തത് 3 കാർബൺ ഉണ്ട്. നമുക്കറിയാം പേര് എല്ലാം സിംഗിൾ ബോണ്ടിലായിരിക്കും കാർബൺ വന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ത് വരും ഇവിടെ? 1 കാർബൺ 3 ഹൈഡ്രജൻ CH3, ഈ കാർബണിന് 2 ഹൈഡ്രജൻ CH2, ഈ കാർബണിന് 3 ഹൈഡ്രജൻ CH3, പിന്നെ അവരുടെ ഇടയിൽ ബോണ്ടുമാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇവരുടെ മോളിക്കുലാർ ഫോർമുല എന്ത് വരും? 3 കാർബൺ ഉണ്ട് C3, 3 3 6 2 8 ഹൈഡ്രജൻ ഉണ്ട് H8, പേര് 3 കാർബൺ ഉള്ളതുകൊണ്ട് പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് മാത്രം ഉള്ളതുകൊണ്ട് ANE. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്ത് വരുമെന്ന് നമുക്കറിയാം. 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാർബൺ എഴുതിയിട്ട് അവരുടെ ഇടയിൽ ബോണ്ട് കൊടുത്തു. ഇതാണ് ആദ്യം സംഭവിച്ചത്, ബോണ്ട് കൊടുത്തു. ഇനി ബാക്കിയൊക്കെ നമുക്ക് ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പം ആദ്യത്തേനകത്ത് ഈ 3 ഹൈഡ്രജൻ CH3, അവരുടെ ഇടയിൽ സിംഗിൾ ബോണ്ട്, അടുത്ത കാർബൺ എഴുതി, 2 ഹൈഡ്രജൻ CH2, ഇനി അടുത്തത് ഈ ബോണ്ട്, അതെടുത്ത് ഈ കാർബൺ അല്ലേ, അതിൻ്റെ 2 ഹൈഡ്രജൻ, അടുത്തത് ഈ വര, ഈ ബോണ്ട്, അതിന് 1 കാർബൺ, അതിൻ്റെ 3 ഹൈഡ്രജൻ CH3. ഇങ്ങനെയാണ് എന്ത് വന്നത്? ഇവരുടെ കണ്ടൻസ്ഡ് ഫോർമുല വന്നിരിക്കുന്നത്. ഇനി എൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ത് വരും? 4 കാർബൺ ഉള്ളതുകൊണ്ട് C4, 3 3 6 2 8 2 10 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് C4H10, പേര് ബ്യൂട്ടൈൻ. 4 കാർബണിൻ്റെ ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് മാത്രമായതുകൊണ്ട് ANE. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ 5 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് വരും? നിങ്ങളൊന്ന് വരച്ചേ, നിങ്ങൾ എന്നോട് ഒന്ന് വരച്ചേ. നമുക്കറിയാം നമ്പർ ഓഫ് കാർബൺ ആറ്റം നമ്മളിവിടെ എടുത്തേക്കുന്നത് 5 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? കാർബണിൻ്റെ ആദ്യം നമ്മൾ 5 കാർബണെ ഇങ്ങനെ കൊടുത്തു അല്ലേ, 3 4 5. ഇനി നമുക്ക് എന്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം? നമുക്ക് ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, ഹൈഡ്രജനെ ഫില്ല് ചെയ്യുക. വാലൻസി 4 വരേണ്ടത്. ഇവിടെ ദേ 1 ഹൈഡ്രജൻ, ഇവിടെ ദേ അടുത്ത ഹൈഡ്രജൻ, ഇവിടെ അടുത്ത ഹൈഡ്രജൻ. ഇവിടെ നോക്കിക്കേ, ഈ കാർബണെ വെച്ച് 1 2 3 4, ഈ കാർബണിൻ്റെ 4 വാലൻസി ഇവിടെ ഫില്ലായി കഴിഞ്ഞു. ഇനി അടുത്തത് ഈ കാർബണെ നോക്കുക. ഇവിടെ ഒരു വാലൻസി ഇതുമായിട്ട് ഫോം ചെയ്തു, ഇവിടെയും ഒരെണ്ണം ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 2 വാലൻസി കൂടി വന്നാലല്ലേ ഇതിൻ്റെ 4 കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ദേ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവരെ നോക്കുവാണെങ്കിൽ ഈ കാർബണെ നോക്കുവാണെങ്കിൽ ഇവരുടെ 2 വാലൻസി ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി 2 വാലൻസി കൂടി കൊടുത്താലേ ആ കാർബണിൻ്റെ വാലൻസി കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഓക്കെ, ഇനി ഈ കാർബണെ നോക്കി കഴിയുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേടാ, ഇതിൻ്റെ 2 വാലൻസി ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഇവിടെ ഒരു വാലൻസി ഇവിടെ ഒരു വാലൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഈ 4 എണ്ണം കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്കവിടെ കൊടുക്കാം, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഓക്കെ, ഇനി ഈ കാർബണെ വെച്ച് നോക്കി കഴിയുവാണെങ്കിൽ ഇവിടെ ഒന്നേ ഉള്ളൂ അല്ലേ, ഇനി 3 എണ്ണം ഇങ്ങനെ വരണം. അപ്പോൾ അവിടേക്ക് ആര് വരും? ഹൈഡ്രജൻ വരും. അത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഓക്കെ, ഇപ്പോൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല നോക്കുവാണെങ്കിൽ എന്ത് വരും? ഇത് ഒരു കാർബൺ അല്ലേ, C 3 ഹൈഡ്രജൻ H3, ഇനി ഈ കാണുന്ന ബോണ്ട് വരച്ചു. അടുത്ത C 2 H2. ഓക്കെ, ഈ ബോണ്ട് നമ്മളിവിടെ വരച്ചു. പിന്നെയും C 2 H2, പിന്നെയും C 2 H2, പിന്നെ ആ ബോണ്ട്, പിന്നെ C 3 ഹൈഡ്രജൻ. ഇതാണ് ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ത് വരും ഇവിടെ? മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എത്ര വരും? എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 കാർബണാണല്ലേ ഉള്ളത്. 5 കാർബൺ ഉള്ളത് കൊണ്ട് ഇവരുടെ മോളിക്കുലാർ ഫോർമുല വരുമ്പോൾ C5. ഇനി ഹൈഡ്രജൻ എത്ര ഉണ്ടെന്ന് നോക്കിക്കേ, 3 2 5 2 7 8 9 10 11 12 H12. ഇങ്ങനെ ആയിരിക്കും ഇവരുടെ മോളിക്കുലാർ ഫോർമുല വരുന്നത്. ഓക്കെ, ഇവരുടെ പേരെന്ത് വരുമായിരിക്കും? 5 കാർബൺ ഉണ്ട് അല്ലേ, പേര് അതുകൊണ്ട് പെൻറ്റ്. ഇനി നോക്കിക്കേ, സിംഗിൾ ബോണ്ടാണ്, ഇടയിലെല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ എന്ത് വരും?
പെൻറ്റെയിൻ എന്നായിരിക്കും ഇവരുടെ പേര് വരുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ കൊടുക്കാൻ മനസ്സിലായല്ലോ? അങ്ങനെ 10 വരെയുള്ളത് നിങ്ങൾ തന്നെ താനൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് കൂടുതൽ ക്ലിയർ ആവും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചേക്കുന്നത് ആൽക്കെയിൻ്റെ വരെ നോമൻക്ലേച്ചറാണ്. ബ്രാഞ്ചൊന്നും ഇല്ലാതെ തന്നെ ചുമ്മാ ആൽക്കെയിൻ്റെ വരെ നോമൻക്ലേച്ചർ വരെ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പം എന്താണ് കാർബണിൻ്റെ വാലൻസി എത്രയാണ്, ഹൈഡ്രജൻ എന്താണ്, അതിൻ്റെ വാലൻസി എത്രയാണെന്നൊക്കെ പഠിച്ചു. കാർബൺ ആണ് നമ്മുടെ ഇതിനകത്ത് മെയിൻ എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയുടെ മെയിൻ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് തന്നെ ആരാണ്? കാർബൺ ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആൽക്കേൻ്റെ നെയിമിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി നമ്മളിനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു ബ്രാഞ്ച് വരുമ്പോൾ എങ്ങനെ പേര് കൊടുക്കണം, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എങ്ങനെ പേര് കൊടുക്കണം, അതുപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വന്നാൽ എങ്ങനെ പേര് കൊടുക്കണം, അൺസാച്ചുറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ പേര് കൊടുക്കണം, പിന്നെ നമ്മൾ അടുത്ത സെക്ഷനായ ഐസോമറിസം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം.